Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ വിടുതലുകൾ കൊണ്ടെത്തിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഇന്നത്തെ സന്ദേശങ്ങൾ, ഇന്നത്തെ സാക്ഷ്യങ്ങൾ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി തീരും, വലിയ മാറ്റത്തിന് ഒരു മുന്നോടിയായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും സംശയം തന്നെയില്ല. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ ഓരോ സെഗ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അനുഭവ സാക്ഷ്യങ്ങളായിരിക്കാം, ദൈവിക സന്ദേശങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനാവേളയായിരിക്കാം, അതിലോരോന്നിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മകൾ, അനുഗ്രഹങ്ങൾ, ഗിഫ്റ്റ്സ് പാക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കണ്ടെത്തുവാനും അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അതിനോടൊപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ സഹായികൾ എന്നുള്ളത് ബ്ലെസ്സിംഗ് ടുഡേ നടത്തുന്ന ബൈബിൾ ക്ലാസ് ഗ്രൂപ്പുകളെയാണ് ബ്ലെസ്സിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തേവരയിൽ, എറണാകുളത്ത് തേവരയിൽ നടത്തപ്പെടുന്ന ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന ഓരോ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന അവരുടെ ജീവിതത്തിൽ കർത്താവേ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ, അവർ പഠിക്കുന്ന വചനങ്ങൾ അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. അവരുടെ മുഴുവൻ കുടുംബങ്ങളിലേക്കും ദൈവികമായ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ മേലും കർത്താവെ ദൈവത്തിൻ്റെ നന്മകളും ദൈവത്തിൻ്റെ പ്രസാദവും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആത്മീകമായിട്ടും ഭൗതികമായിട്ടുമുള്ള എല്ലാ നന്മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ആ ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന പലരുടെയും കുഞ്ഞുങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ കർത്താവ് ബോർഡ് എക്സാം എഴുതുന്നുണ്ടല്ലോ. കർത്താവെ, ആ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. നല്ല മാർക്ക് അവർക്കുണ്ടാകട്ടെ കർത്താവെ. നല്ല രീതിയിൽ കർത്താവെ അവരുടെ എക്സാം ഇന്ന് ആരംഭിക്കുമ്പോൾ, ഇന്നു മുതൽ തുടങ്ങുന്ന ആ എക്സാമിൽ ദൈവത്തിൻ്റെ നന്മകൾ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ബ്ലെസ്സിംഗ് ഗ്രൂപ്പിനെ പൂർണ്ണമായി ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ ഒരു കൂട്ടായ്മയ്ക്ക്, ഈ ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്കുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ നന്മകളും കൂടുതൽ ഭാവുകങ്ങളും നൽകി നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൊടുപുഴ മാർച്ച് 10 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 വരെ. മൗര്യ ഗാർഡൻസ് ഓഡിറ്റോറിയം, ഇടുക്കി റോഡ്, ഒളമറ്റം, തൊടുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം മാർച്ച് 11 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Jesus came into this world with a very specific mission. He did not came to the earth for a holy day from heaven.
യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ വ്യക്തമായ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് അവൻ കടന്നു വന്നത്. സ്വർഗത്തിൽ നിന്നും ഒരു വെക്കേഷന് വേണ്ടി വന്നതല്ല. He had a specific mission. അവന് വ്യക്തമായ ഒരു ദൗത്യമുണ്ടായിരുന്നു. In the same way, we are not having a holiday on earth. We are here with a particular, a specific assignment. We have a mandate. We have received some commission from the Lord. We are here with a mission. അതുപോലെ നാം ഓരോരുത്തരും നമ്മൾ ഈ ഭൂമിയിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി വന്നവരല്ല. ദൈവത്തിൽ നിന്ന് വ്യക്തമായ നിയോഗത്തോടെ ചില ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കേണ്ടതിന് ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ്. Each and everyone is a man with a mission or a woman with a mission. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്, ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. If you are a minister, you have a mission. നിങ്ങളൊരു ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. A choir has a mission. ഒരു കൊയറിന് ഒരു ദൗത്യമുണ്ട്. Instrumentalists, they have a mission. സംഗീതോപകരണങ്ങൾ വായിക്കുന്നവർക്ക് ഒരു ദൗത്യമുണ്ട്. All of us, we have a mission. നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. In the same way, the Holy Spirit has a mission. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ഒരു ദൗത്യമുണ്ട്. The first one is to give us a new birth experience. ആദ്യത്തേത് നമുക്ക് ഒരു പുതുജനന അനുഭവം നൽകുവാനാണ്. Many people are dissatisfied with their birth. പല ആളുകളും അവരുടെ ജനനത്തെക്കുറിച്ച് ഓർത്ത് അസന്തുഷ്ടരാണ്. So you can try rebirth experience. അങ്ങനെയുള്ളവർ നിങ്ങൾക്കൊരു പുതുജനനം നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം. Hallelujah. ഹല്ലേലൂയ. If you are not satisfied with your first birth, you can try rebirth. നിങ്ങളുടെ ആദ്യ ജനനത്തെ സംബന്ധിച്ച് നിങ്ങൾ സന്തോഷമില്ലാത്തവരാണെങ്കിൽ ഒരു വീണ്ടും ജനനം നിങ്ങൾ ശ്രമിക്കുക. I was dissatisfied with my first birth. I was fed up. I was disappointed. I wanted to end everything. എൻ്റെ ആദ്യ ജനനത്തിൽ ഞാൻ വളരെ അസന്തുഷ്ടനായിരുന്നു, ഞാൻ മടുത്തവനായിരുന്നു, നിരാശനായിരുന്നു, എല്ലാം തീർക്കുവാൻ ആഗ്രഹിച്ചവനായിരുന്നു. But the Holy Spirit came with a mission to give everyone a rebirth. എന്നാൽ പരിശുദ്ധാത്മാവ് സകലർക്കും ഒരു പുതുജനനം നൽകുവാൻ, വീണ്ടും ജനനം നൽകുക എന്ന ദൗത്യമായി വന്നവനാണ്. Hallelujah. ഹല്ലേലൂയ. So those of you who are fed up with your first birth can be born again. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യ ജനനം മടുത്തിരിക്കുന്നവർ നിങ്ങൾക്ക് വീണ്ടും ജനിക്കാം. ഹല്ലേലൂയ. So according to John chapter 3 and verse number 5, Jesus answered, "Very truly I tell you, no one can enter the kingdom of God unless they are born of water and spirit." യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനപ്രകാരം യേശു ഇപ്രകാരമാണ് പറയുന്നത്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. So the word and the spirit will come to our spirit to give us a new life. വചനവും ആത്മാവും നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുവാനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. If our spirits to get born again, the word should come and the spirit should come. When they are combined in our spirit, human spirit, there is a new life. നമ്മുടെ മനുഷ്യാത്മാവ് വീണ്ടും ജനിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരുമിച്ച് നമ്മുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ ഇതാ ഒരു പുതിയ ജീവൻ അകത്തോട്ടിലെടുക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And that's happening everywhere. അതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. Wherever there is word, wherever there is spirit, any person can be born again. എവിടെ ദൈവത്തിന്റെ വചനമുണ്ടോ, എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ, ആർക്കും വേണമെങ്കിലും പുതുജനനം പ്രാപിക്കാം. A childbirth is always a happy experience. ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴും സന്തോഷകരമായ I അനുഭവമാണ്. still remember when Nehemiah was born, when Amy was born, we were distributing sweets, we were calling up everyone, texting everyone, we have a boy born, we have a girl born. We were so joyful and proud. ഞാനിപ്പോഴും ഓർക്കുന്നു, നെഹമായ ജനിച്ചപ്പോൾ, എമി ജനിച്ചപ്പോൾ ഒത്തിരി സന്തോഷമുള്ളവരായിരുന്നു. ഒത്തിരി പേർക്ക് മധുര പലഹാരങ്ങൾ നൽകുകയും ഞങ്ങൾക്ക് ഇതാ ഒരു മകൻ ജനിച്ചിരിക്കുന്നു, മകൾ ജനിച്ചിരിക്കുന്നു, ഒത്തിരി ആഘോഷിച്ചു. In the same way, അതുപോലെ തന്നെ when a sinner repents, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ there will be a party in heaven. സ്വർഗത്തിൽ വലിയ ആഘോഷമുണ്ടാകും. All the angels will be dancing and praising God when somebody gets born again on earth. ഒരാൾ ഭൂമിയിൽ വീണ്ടും ജനിക്കുമ്പോൾ എല്ലാ ദൂതന്മാരും സാറാഫുകളും ചേർന്ന് വലിയൊരു ആഘോഷമുണ്ടാകും. Hallelujah. ഹല്ലേലൂയ. Tell your neighbor, the Holy Spirit came to this world with a very specific mission. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ഒരു ദൗത്യത്തോടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. Tell another person. മറ്റൊരാളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ഒരു ദൗത്യത്തോടെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. Say amen. ആമേൻ. So number 2,
the Holy Spirit came to help us confess Jesus. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം യേശു കർത്താവെന്ന് ഏറ്റുപറയുവാനായി നമ്മെ സഹായിക്കുവാൻ. The supporting verse is 1 Corinthians 12:3. അതിന്റെ ആധാരമായ വചനം എന്നത് 1 കൊരിന്ത്യർ 12:3 Therefore I want you to know that no one who is speaking by the Spirit of God says, Jesus be cursed. And no one can say Jesus is Lord except by the Holy Spirit. അതിനാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും യേശു കർത്താവാകുന്നുവെന്ന് പറയുവാനും സാധ്യമല്ല. Your spiritual life from beginning to end, from Alpha to Omega, in every point you are completely dependent on the Holy Spirit. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അന്ത്യം വരെ, നിങ്ങളുടെ ആൽഫ മുതൽ ഒമേഗ വരെ എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണമായും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആശ്രയം കൂടിയേ തീരൂ. Your spiritual life begins the moment you say, Jesus is my Lord. And for that you need the help of the Holy Spirit. നിങ്ങളുടെ ആത്മിക ജീവിതത്തിന്റെ ആരംഭദശ എന്നുള്ളത്, ആരംഭഘട്ടം എന്നത് യേശു കർത്താവാകുന്നു എന്ന് ഏറ്റുപറയുന്ന ഒരു നിമിഷമാണ്. അത് പറയാൻ പോലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ആവശ്യമാണ്. Without being helped by that Spirit, you can never move your lips and say, Jesus is my Lord. ആ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നിങ്ങളുടെ അധരം തുറന്ന് യേശു കർത്താവാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയില്ല. ബ്ലെസ്സിംഗ് ടുഡേയുടെ ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാനും ബ്രദർ ഡാമിനും ഒക്കെ നിങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ പലരും സ്ക്രീനിൽ കാണുന്ന ഇതേ നമ്പറിലേക്ക് തന്നെ മിസ്ഡ് കോൾ അയച്ചിരുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ തിരിച്ചു വിളിച്ചിരുന്നു, നിങ്ങളുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇതിനോടകം പല ആളുകളും അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, പ്രതികരണം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരുന്നു. വളരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശജനകമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പല ആളുകളും ഈ ഒരു പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീരുകയും അതിൻ്റെ സാമ്പത്തിക സഹായികളൊക്കെയായി മാറുകയൊക്കെ ചെയ്തു. വലിയ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ വലിയ വലിയ നന്ദി നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുമായിട്ടുണ്ട്. ഇതിനോടകം അങ്ങനെ വിളിക്കാൻ സാധിക്കാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പങ്കാളിയായിട്ട് മാറുവാൻ സാധിക്കും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവരാജ്യത്തെ, യേശുവിൻ്റെ രാജ്യത്തെ നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇതിനോടകം ഇതിൽ പങ്കാളികളായി തീർന്ന പലരുമുണ്ട്. അതിനുവേണ്ടി പല രീതിയിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. അവരെയൊക്കെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ ഇതിനോടകം ഞങ്ങളുടെ ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ പങ്കാളിത്തത്തിനു വേണ്ടി അവർ കൈകൾ നീട്ടി കൈകൾ കോർക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കൈകൾ ഇവരുടെ മേൽ കർത്താവെ, ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ മേൽ, ഇവരുടെ തലമുറയുടെ മേൽ കർത്താവെ, ഇവരുടെ കുടുംബാംഗങ്ങളുടെ മേൽ അത് വന്ന് ചേരട്ടെ. ആ അനുഗ്രഹത്തിൻ്റെ കൈവെപ്പ്, അങ്ങയുടെ കൈവെപ്പ് ഇവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവരെല്ലാത്തിലും കൃതാർത്ഥരായി തീരട്ടെ, എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ കർത്താവെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഇവരുടെ ദേശത്ത് ഇവർ അറിയപ്പെടത്തക്ക വിധത്തിൽ ദൈവിക നന്മകൾ ഇവരുടെ കൂടെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. കൂടുതലായി യേശുവെ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്രദമായി തീരുവാൻ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. In other words, the Holy Spirit is always promoting Jesus. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും യേശുവിനെ ഉയർത്തുകയാണ്. The Holy Spirit leads you to Jesus. പരിശുദ്ധാത്മാവാണ് യേശുവിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. And Jesus leads you to the Father. യേശു പിതാവിലേക്ക് നിങ്ങളെ ആനയിക്കുന്നു. Oh, you didn't listen to that. നിങ്ങൾ അത് കേട്ടില്ല. You missed that point. നിങ്ങൾ ആ പോയിന്റ് മിസ് ചെയ്തിരിക്കുന്നു. The Holy Spirit is here on earth പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. to lead every single soul to Jesus the Savior. യേശു എന്ന രക്ഷകനിലേക്ക് ഓരോ വ്യക്തികളെ നയിക്കുവാൻ. And Jesus is the Savior who leads every single soul to the Father. എന്നാൽ യേശു എന്ന രക്ഷകൻ സകല ആത്മാക്കളെയും പിതാവാം ദൈവത്തിലേക്ക് നയിക്കുന്നു. ആർക്കും മനസ്സിലായിട്ടില്ല, മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക.
പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും യേശു എന്ന രക്ഷകനിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും പിതാവാം ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നു. That's what we understand when we combine 1 Corinthians chapter 12 verse number 3 and John chapter 14 and verse number 6. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 12:3 യോഹന്നാന്റെ സുവിശേഷം 14:6 ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. In John chapter 14 verse number 6 Jesus says no one can come to the Father except through me. യോഹന്നാൻ 14:6 യേശു പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. So the mission of the Holy Spirit is to help us confess Jesus with our lips. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്നത് നമ്മുടെ അധരങ്ങൾ തുറന്ന് യേശു കർത്താവാകുന്നു എന്ന് ഏറ്റുപറയുവാൻ നമ്മെ സഹായിക്കുക. Now, can you imagine all over the world billions of people are now calling Jesus their Lord? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാമോ? ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ വായി തുറന്ന് യേശുവിന്റെ കർത്താവാകുന്നു ഏറ്റുപറയുകയാണ്. Meaning in their hearts, in their lips, the Holy Spirit is moving. അതിന്റെ അർത്ഥം അവരുടെ അധരത്തിൽ ചുണ്ടുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. Without the Holy Spirit, no one can say Jesus is Lord. പരിശുദ്ധാത്മാവിന്റെ സഹായത്താലല്ലാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. In other words, there is a massive move all over the world by the Holy Spirit so that millions and millions of people are calling out Jesus is our Lord. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകമെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനാൽ കോടിക്കണക്കിന് ആളുകൾ യേശു ഞങ്ങളുടെ കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. The Holy Spirit is not a local spirit. The Holy Spirit is not a territorial spirit. He is an international and a universal spirit. പരിശുദ്ധാത്മാവ് ഒരു തദ്ദേശാത്മാവല്ല, അവൻ ഒരു അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ആത്മാവല്ല, അവൻ ഒരു അന്തർദേശീയ ആത്മാവാണ്. He is everywhere. അവൻ സകലയിടത്തുമുണ്ട്. No one can hide himself from the Holy Spirit. Wherever you go, the Holy Spirit is there. His presence is there. ആർക്കും പരിശുദ്ധാത്മാവ് ഒളിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ എവിടെ കടന്നുപോയാലും പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. So that's why in Psalm 139 David is marveling at the omnipresence of God and he's saying, wherever I go, your spirit is there. On earth, you are there. If I go to the ends of the sea, you are there. If I go to the netherworld, you are there. If I climb to heaven, you are there. I cannot escape from you. I cannot run away from your presence. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 139 ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഞാൻ സ്വർഗ്ഗത്തിൽ പോയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ താഴെ അധോഭാഗങ്ങളിലേക്ക് പാതാളത്തിൽ ചെന്നൊളിച്ചാൽ അങ്ങ് അവിടെ എന്നെ കാണുന്നു. ഞാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോയാലും അങ്ങയുടെ കരം എന്നെ തൊടും. അങ്ങ് എല്ലായിടത്തുമുണ്ടല്ലോ. Another truth is this: any sinner in any nook and corner of the world, anytime they can confess with the help of the Holy Spirit that Jesus is his or her God. He is available. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ലോകത്തിന്റെ ഏതും മുക്കിലും മൂലയ്ക്ക് വരുന്നും ഏതൊരു പാപിക്കും രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ കർത്താവെന്ന് പറയുവാനായി പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ട്. If you understand this truth, you can pray to God the Father, Lord. You can pray for your dear ones, Lord. Send the Holy Spirit upon so and so people. Let them also receive Jesus as their Lord. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, പിതാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവരുടെ അടുക്കലേക്ക് അയക്കണമേ, അവരും വിടുതൽ പ്രാപിക്കട്ടെ. ഈ സിസ്റ്ററിൻ്റെ പേര് നിർമ്മല എന്നാണ്. തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത ഒരു അത്ഭുതം പറയാനാണെന്ന് വന്നു നിൽക്കുന്നത്. തൻ്റെ ഭർത്താവ് ഒരു ഇലക്ട്രീഷ്യനാണ്. താനിങ്ങനെ മെയ് മാസത്തിൽ 2016 മെയ് മാസത്തിൽ ഒരു വീട്ടിൽ തനിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. 2ാമത്തെ നിലയിലാണ് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് താൻ ഒരു ഫാൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ഏണി വെച്ചിട്ട് മുകളിൽ കയറി ഫാൻ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരാൾ അവിടെ മുകളിലുണ്ടെന്നോ ഫാൻ ഫിറ്റ് ചെയ്യുകയാണെന്നോ അറിയാതെ താഴെ നിന്നുകൊണ്ട് അതിൻ്റെ ഓണർ വന്ന മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്തു. ഓൺ ചെയ്ത സമയത്ത് തൻ്റെ ഭർത്താവിന് ഷോക്ക് ഏൽക്കുകയും താൻ മേളിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു.
താഴെ വീണ് ആ സമയത്ത് തൻ്റെ കൈകൾ ഒടിഞ്ഞു. ഒപ്പം തന്നെ തൻ്റെ തലയിലെ ഈ ഭാഗത്ത്, നെറ്റിയുടെ ഭാഗത്തൊരു ചതവുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു, കേൾവി ശക്തി കുറഞ്ഞു. അങ്ങനെ തനിക്ക് തുടർന്നുള്ള നാളുകളിൽ ജോലിക്ക് പോകാൻ വയ്യാതായി. ഈ സഹോദരി പറഞ്ഞത്, ഡോക്ടേഴ്സിനെ എല്ലാം കാണിച്ചു, അവരുടെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ഡോക്ടർ പറഞ്ഞത് ഈ ചതവ് മാറി കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരാനും ചെവിയുടെ കേൾവി ശക്തി മടങ്ങി വരാനും ഏതാണ്ട് 1 വർഷത്തിലധികം എടുക്കും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ ഈ സഹോദരി നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലെല്ലാം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ കോൾ സെൻറ്ററിൻ്റെ നമ്പർ തൻ്റെ കയ്യിലുണ്ടായിരുന്നു. താൻ ചെയ്തത്, ഓരോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ താൻ വന്നു പങ്കെടുത്തു. തന്നെയല്ല, ആ ബ്ലെസ്സിങ് സെൻറ്ററിലുള്ള ശുശ്രൂഷകനെ താൻ നിരന്തരം വിളിക്കുമായിരുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിരന്തരം വിളിക്കും, കോൾ സെൻറ്ററിലേക്ക് വിളിക്കും. അങ്ങനെ പ്രാർത്ഥനയിൽ താൻ നാളുകൾ ചിലവഴിച്ചതിൻ്റെ ഫലമായി താൻ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, മരുന്നിൻ്റെ എഫക്റ്റ് ആണോ? അല്ല, പ്രാർത്ഥനയിൽ ചിലവഴിച്ചതിൻ്റെ ഫലമായി 4 മാസം കൊണ്ട് ഭർത്താവിന് നഷ്ടപ്പെട്ടു പോയ കാഴ്ചശക്തി പഴയ രീതിയിൽ തിരികെ ലഭിച്ചു. ചെവിയുടെ കേൾവി തിരികെ ലഭിച്ചു. താൻ കഴിഞ്ഞ 3 മാസമായി തുടർമാനമായി വീണ്ടും പഴയതുപോലെ ജോലിക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. യേശു കർത്താവാണ് ഈ അത്ഭുതം തനിക്ക് ചെയ്തു കൊടുത്തതെന്നാണ് ഈ സഹോദരി പറഞ്ഞത്. ഹല്ലേലൂയ. കുടുംബനാഥൻ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ആ കുടുംബം എങ്ങനെ കഴിയും? 1 വർഷം എടുക്കും എന്ന് പറഞ്ഞ സ്ഥാനത്ത് വേഗതയിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്തു. എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വിദഗ്ധ അഭിപ്രായ പ്രകാരം ഇത്ര സമയം വേണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ത്വരിതഗതിയിൽ കാര്യങ്ങൾ നീക്കിത്തരുവാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നാം വായ് തുറന്ന് വിളിച്ചപേക്ഷിക്കുന്നത്. കരങ്ങൾ ഉയർത്തി സ്വന്തം ജീവിതത്തിൽ സ്പീഡി റിക്കവറി, സ്പീഡി ബ്ലെസ്സിങ്സ് എല്ലാം വേഗത്തിലൊന്ന് നടക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ സാക്ഷ്യം കാണുന്നവർക്ക് ഇപ്പോൾ വിശ്വസിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. എവിടെയെങ്കിലും ദീർഘനാളുകളായി രോഗിയായി കഴിയുന്നവരുണ്ടെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വേഗത്തിൽ അവർ എഴുന്നേറ്റ് വേഗത്തിൽ സൗഖ്യമായി ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, ആക്ടിവിറ്റിയിലേക്ക് മടങ്ങി വരട്ടെ. ഇപ്പോൾ തന്നെ ആ മിറക്കിൾസ് നടക്കാൻ തുടങ്ങട്ടെ. വലിയ വിശ്വാസം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൊടുപുഴ മാർച്ച് 10 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 വരെ. മൗര്യ ഗാർഡൻസ് ഓഡിറ്റോറിയം, ഇടുക്കി റോഡ്, ഒളമറ്റം, തൊടുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം മാർച്ച് 11 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ഈ എപ്പിസോഡ് വീക്ഷിച്ച ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലൊക്കെയും വലിയ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടിൽ നീ സർജറി കഴിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയെ പരിപൂർണമായും ഈ സമയത്ത് സൗഖ്യമാക്കണമേ കർത്താവെ. പൂർണ്ണ വിടുതൽ ഈ സമയത്ത് ആ ശരീരത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ തന്നെ രക്തത്തിനകത്തുള്ള ചില അണുക്കളുടെ പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യൂറിനറി ഇൻഫെക്ഷൻ ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ എല്ലാം തന്നെ സൗഖ്യമാകട്ടെ കർത്താവെ. അത്ഭുതകരമായ സൗഖ്യം, അതിശയകരമായ സൗഖ്യം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, അവരെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ വേഗത്തിൽ മുന്നിലേക്ക് വരിക കർത്താവെ. ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ അവരെ. രോഗികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഭയം മനസ്സിലുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഭയം മാറിപ്പോകട്ടെ കർത്താവെ. ധൈര്യം ഈ സമയത്തുണ്ടാകട്ടെ. ശരിയായ വിധത്തിൽ പരീക്ഷയെ നേരിടുവാനുള്ള കൃപയുണ്ടാകട്ടെ. നല്ല രീതിയിൽ അത് എഴുതുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായി കൊടുത്ത് മാനിക്കണമേ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിലേക്കുള്ള വിശുദ്ധ നാട് സന്ദർശനം, അത് 4 രാജ്യങ്ങളിലേക്കാണ് സത്യത്തിലുള്ളത്: ഈജിപ്റ്റ്, പാലസ്തീൻ, ജോർഡാൻ ആൻഡ് ഇസ്രായേൽ. ഈ 4 രാജ്യങ്ങളിലേക്കുള്ള ബ്രദർ ഡാമിയനോടൊപ്പം ഞങ്ങളോടൊപ്പമുള്ള ആ ഒരു ബൈബിൾ ക്ലാസ് സ്റ്റഡി ടൂറിലേക്ക് നിങ്ങളിൽ എത്ര പേർ ഇതിനോടകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നെനിക്കറിയില്ല. ചില ദിവസങ്ങളും ആഴ്ചകളും മാത്രമാണ് ഇനി ഇതിൻ്റെ അവസാന തീയതിക്ക് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ, പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വളരെ എളുപ്പം തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് നാളെ, അതായത് വെള്ളിയാഴ്ച തൊടുപുഴയിലാണ്, മറ്റന്നാൾ ശനിയാഴ്ച കോട്ടയത്താണ് നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ മീറ്റിങ്ങിലേക്ക് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്താണ്? വിശ്വാസമുള്ള ഒരു ഹൃദയവുമായിട്ട് അവിടേക്ക് കടന്നു വരിക. ഒരു കാര്യം ഉറപ്പാണ്, രോഗികൾ സൗഖ്യമാകും, വിടുതലുകൾ സംഭവിക്കും, അത്ഭുതങ്ങൾ അവിടെ നടക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ വരിക, കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് എന്നുള്ളത് ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.